ആരുടെ ശാപമാണെന്നറിയില്ല. ഇല്ലെങ്കിൽ കുറേ കാലം എവിടെയൊക്കെയോ കറങ്ങിത്തിരിഞ്ഞ് പണിയെടുത്തോണ്ടിരുന്ന പയ്യൻ പെട്ടെന്ന് എന്തിനു തിരിച്ച് ഇങ്ങോട്ട് വരണം? പറ. നിങ്ങൾ തമ്മിൽ എപ്പോഴും കാണാറുണ്ടോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. അതെ, മൊത്തമായിട്ട് അലക്കെടുക്കാൻ വേണ്ടി ദാസടക്കിടക്ക് കൽക്കട്ടക്ക് വന്നു. അങ്ങനെ ഒരു തവണ പോയപ്പോഴാണ് ഇവൻ അവിടെ വെച്ച് കണ്ടത്. ഈ മുഖം എവിടെയോ കണ്ടതാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ ദാസിന് ആളെ പിടികിട്ടിയത്. അത് നമ്മുടെ രഘുവല്ലേ? ദാസിന് കണ്ടപ്പോഴേ ആളെ മനസ്സിലായി. പി ദാസ്. ഈ ഞാൻ തന്നെ. ഓ, ഓക്കേ. പി അല്ലേ, വേണ്ട. എനിക്ക് കണ്ട ഉടനെ അവനെ മനസ്സിലായി. രഘുവാണത്. അതായത് അവൻ രഘുവാണെന്ന് എനിക്ക് മനസ്സിലായി. അവന് പക്ഷെ എന്നെ മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. എന്നെ കണ്ടുടനെ പഴയ കാര്യങ്ങളൊക്കെ ടക്കേന്ന് അവന് ഓർമ്മ വന്നു. അന്ന് അവനോടൊപ്പം തന്നെ അവിടെ നിൽക്കാൻ പറഞ്ഞു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചിരുന്നു. ആ, നിന്റെ അമ്മ അവിടെ തന്നെയുണ്ട്, തനിച്ച്. ഐസക് സാറിൻ്റെ ചന്തയിൽ മീൻ വിൽപ്പനയാ. കൊച്ചു പിള്ളേരൊക്കെ കണ്ട വലിയ സന്തോഷമാണ്. നീ എന്നാ ഓടിപ്പോയ പോർട്ടില്ലേ, അവിടെ അമ്മ എപ്പോഴും സങ്കടപ്പെട്ടിരിക്കണം കാണാം. ഭർത്താവും പോയി, മകനും പോയി. വയസ്സാങ്കാലത്ത് അവരുടെ അവസ്ഥ കണ്ട കഷ്ടം തോന്നും. നിനക്ക് നാട്ടിലേക്ക് വന്നൂടെ? നാട്ടിലേക്കോ? വന്നിട്ട് ഇപ്പം എന്ത് ചെയ്യാനാ? അല്ല, വല്ല കട എന്തെങ്കിലും ഇട്ടൂടെ? ഈ ഫോറിൻ ഐറ്റംസൊക്കെ കിട്ടുന്നത്. അത്രയും കാശൊന്നും എൻ്റെ ഇല്ല. മാത്രമല്ല, എൻ്റെ ഇവിടുത്തെ ജോലി കുറച്ച് റിസ്ക് പിടിച്ചതാ. പെട്ടെന്നൊന്നും ഊരാൻ പറ്റില്ല. അതിപ്പോൾ പറഞ്ഞാലല്ലേ അറിയൂ. ആരോടും പറയണ്ട. നീ മിണ്ടാതെ ദാസിൻ്റെ ബോട്ടിൽ കയറിങ്ങ് പോരെ. എനിക്കും പോരണമെന്നുണ്ട്. പക്ഷേ ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റണ്ടേ? അധികം ഒന്നും ആലോചിക്കണ്ട, നീ വാ. നിനക്ക് ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ല ദാസേ? അവരെന്നെ കൊല്ലും. കുറച്ച് ദിവസം കഴിയട്ടെ, ഞാൻ നോക്കാം. എന്നാ ശരി. ലോഡ്ജിൽ പിള്ളേർ വെയിറ്റിങ്ങാ, ഞാൻ പോവാ. ഒരു മിനിറ്റ്, ഇത് വെച്ചോ. എന്തിനിത്? വെച്ചോ. നിനക്ക് സമയമുള്ളപ്പോഴൊക്കെ അമ്മയെ പോയി കാണണം. അമ്മയ്ക്ക് എന്താവശ്യമുണ്ടെങ്കിലും നീ ചെയ്തു കൊടുക്കണം. ഇനിയും വേണമെങ്കിൽ പറഞ്ഞാൽ മതി. എന്നാ ശരി. ദാസേ, പിള്ളേരെന്ത് പറയുന്നു? പിള്ളേരാ നാട്ടിലേക്ക് ഫോൺ വിളിച്ചപ്പോൾ എടുക്കാൻ ഒരുത്തനില്ല. കുറേ എണ്ണം മീൻ പിടുത്തവും കച്ചവടമൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട്. സുഖവും പാലും ഒക്കെ കാറ്ററിങ്ങിൻ്റെ ജോലിക്ക് പോവാ. ആ, ഹനീഫ ദുബായിക്ക് പോയി. പിന്നെ നമ്മുടെ ആൻ്റണി അവിടെ ഒരു ഐസ് ഫാക്ടറിയിൽ. റിച്ചി മൊട്ടേന്ന് വിരിയണ മുമ്പ് കൂട്ടത്തിലൊരുത്തിൻ്റെ പള്ളക്ക് കത്തി കയറ്റിയവൻ. അവനിപ്പോൾ എങ്ങനെ ഉണ്ടാവാനാ? അങ്ങനെ തന്നെ തനി റൗഡി. നീ ഓടിപ്പോയതിന് ശേഷം അവനെ പോലീസ് പിടിച്ച് ജൂനിയർ ഹോമിലിട്ടു. 8 വർഷം അവിടെ കിടന്നു. പിന്നെ എപ്പോഴോ പുറത്തിറങ്ങിയപ്പോൾ അവനാ ഐസക് സാറിൻ്റെ കൂടെ അങ്ങ് കൂടി. ഐസക് സാറിനെ പറ്റി നിനക്കറിയാലോ. ഇപ്പം സാറിൻ്റെ സകല കൊട്ടേഷനും അവൻ തന്നെ ചെയ്യണേ, ലീഗലും ഇല്ലീഗലും എല്ലാം. അല്ല, എന്താ കാര്യമൊന്നും അറിയില്ല. പുറത്തിറങ്ങിയപ്പോൾ അവൻ ആദ്യം തിരക്കിയത് നിന്നെയാണല്ലോ. ശരി, നീ വിട്ടോ. അമ്മയെ കൂട്ടിക്കൊണ്ട് പോകാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ നിന്നെ വിളിക്കാം. ദാസേ, ഇത് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. ശരി. രഘു നാട്ടിലേക്ക് തിരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ രുചി പഴയ കാര്യങ്ങളൊന്നും മറന്നിട്ടുണ്ടാവില്ല എന്ന് അവൻ അറിയായിരുന്നു. കാരണം അവർക്കിടയിൽ നടന്ന കഥ അങ്ങനെയായിരുന്നു.
അമ്മയുടെ നാട്ടിലേക്ക് ട്രാൻസ്ഫറായ അച്ഛനോടൊപ്പം ഞാൻ വന്ന ആ ദിവസം. എന്നെ കേസ് ഇവിടുത്തെ പള്ളിയിലച്ഛൻ്റെ മകനാ. കൂടെ പഠിക്കുന്ന പയ്യനെ കമ്പി കൊണ്ട് കുത്തി സർ. ആ പയ്യൻ മരിച്ചു. ഇവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഞങ്ങൾ പിടിച്ചു. അതിനെക്കുറിച്ച് അവൻ്റെ അച്ഛനോട് സംസാരിക്കുകയായിരുന്നു. എനി വിറ്റ്നസ് ഉണ്ട് സർ. സംഭവം കുറേ പേര് കണ്ടിട്ടുണ്ട്. നമുക്ക് വിടാൻ പറ്റില്ലല്ലോ. കേസ് ഫയൽ പണിയാച്ചാ? ഉവ്വ് സർ. നാളെ കോടതിയിൽ ഹാജരാക്കും. അവിടെ ചെന്ന ശേഷം മറ്റു പ്രൊസീജിയേഴ്സ് ഒക്കെ. ജുവനൈൽ കോർട്ട് അതെ. അന്നാണ് റിച്ചിയെ ഞാൻ ആദ്യമായി കണ്ടത്. നിങ്ങൾക്ക് റിച്ചി എങ്ങനെ അറിയാം? ജൂനിയൽ ഹോമിൽ മുതൽക്കേ ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. റിലീസായതിൻ്റെ അടുത്ത നാൾ ഹോമിൽ ഇൻസ്പെക്ടറെ തേടി കണ്ടുപിടിച്ച് നല്ല പണികൾ കൊടുത്ത് ഇടിച്ച് അവനെ ചാവാറാക്കി. അത് കണ്ടിട്ടാണ് ഐസക് സാറ് ഞങ്ങളെ അവർക്കൊപ്പം ചേർത്തത്. സിംഹത്തിനെ തുറന്നു വിട്ട പോലെയാണ്. അതിൽ പിന്നെ ആർക്കും അവനെ അടയ്ക്കാൻ പറ്റിയിട്ടില്ല. എന്നാ ആള് സിനിമ സ്റ്റാറിനെ പോലെയാ. உழைக்க விட மாட்டாங்க. எந்த ஒரு டைமில் இது இதெல்லாம் போட்டுக்கு வாடகை கொடுக்கணும். சரி குடிக்க மீன்லையுமா பாத்தி கொடுக்கணும். 10 பேரை கூட சேர்த்து சுத்தினா பெரிய ஏசுநாதரா உடலங்க. இவன் யாருன்னு எனக்கு தான் தெரியும். ഞങ്ങൾ പണിയെടുക്കാൻ തന്നെ വന്നത്. நீ வேணா இந்த ஊர் புட்ட பசங்க மாதிரி வாயை முடித்து வேடிக்கை பார்த்துட்டு என்னாலலாம் முடியாது. வெள்ளை வேட்டைக்கு பின்னால் ஒளிஞ்சிக்கிட்டு ஊரை ஏமாத்துறானுல. ഐസക്കുമാരെ പറ്റി അറിയാല്ലേ? ചെറിയല്ലേ? ஏய் ஐசக் என்னல பெரிய ஐசக்கு. போட்டை வாடகை விட்டு பணம் சம்பாதிச்சு சொத்து சேர்த்துருக்கான்னு தான் இந்த ஊர் நம்புது. പിന്നെങ്ങനെ? பிலிம்டா எல்லாமே கள்ளக்கடத்தில் சம்பாதிச்ச பணம் തന്നെ. இனி முடியாது. நான் வந்துட்டேன்ல, நடக்கிறத நீங்கள் வேடிக்கை மட்டும் பாருங்க. സർ, നിങ്ങളുടെ പേരെന്താ? புவனேஷ், உன் பேர் என்ன?